അതിന്റെ തുടർച്ചയിൽ നിന്നപ്പോൾ ഒരു പിന്മാറുന്നതിനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെയാണോ ഈ ഒരു തുടർച്ച സീക്വൽ അല്ലെങ്കിൽ പ്രീക്വൽ എന്ന് പറഞ്ഞു അത് ആലോചിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു മനം മടുത്തു എന്നാണ് പറയുന്നത്? ഇല്ല, മനം മടുത്തു എന്നല്ല, ഇത് നാച്ചുറലി ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് മണി. അപ്പോ ഇത് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ പ്രൊഡ്യൂസേഴ്സിനെ അത് ഇനി അത്തരത്തിലൊന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ഇതിന്റെ റിസൾട്ട്. അപ്പൊ അത് പ്രോഡക്റ്റ് നന്നായിട്ടുണ്ടെന്ന് ഉള്ള പൂർണ്ണ വിശ്വാസത്തിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും ബിലീവ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും എല്ലാവരുടെയും മനസ്സ് മടുത്തു. കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ ഇതിന് പുറകിലേക്ക് അത് നമ്മൾ കൗണ്ട് ചെയ്ത് പറയല്ല, അതൊരിക്കലും പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരിക്കലും ഇത് തിയേറ്ററിലിരിക്കുന്ന ഓഡിയൻസ് അതറിയേണ്ട കാര്യം പോലുമല്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മുടെ എൻറ്റയർ ടീം നമുക്ക് അങ്ങനെ മനസ്സ് മടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് സംസാരിക്കേണ്ടി വരുന്നത്. ഡബിൾ ബാരലിന് ശേഷം ലിജി ചേട്ടൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് ചെയ്യുന്നതെന്ന്. അതിനുശേഷമുള്ള ചിത്രങ്ങൾ ചെറിയ ബഡ്ജറ്റില് ചെറിയ ആർട്ടിസ്റ്റുകളെ പുതുമുഖങ്ങളൊക്കെ വെച്ച് വേൾഡ് ക്ലാസ് ഫിലിം ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു. ഇപ്പോഴും വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തിയോ മനസ്സ്? അല്ല, അങ്ങനെയല്ല. അതായത് നമ്മുടെ ഒരു സിനിമ കഴിയുമ്പോൾ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നിൽ വരുന്ന പ്രൊജക്റ്റിൽ നിന്നൊന്നാണ് ഞാൻ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പൊ അതില് ഒരു സ്റ്റാർ വേണോ സ്റ്റാർ വേണ്ടയോ എന്നുള്ളതൊന്നും മിക്കപ്പോഴും മാറ്റർ ആവുന്നില്ല. ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്ത് വന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നില്ല. അത് രൂപപ്പെടുന്ന സമയത്ത് അത് പെട്ടെന്ന് ഇവോൾവ് ആയിട്ട് പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാൻ എഴുതിയിരുന്ന ഒരു കഥയുടെ ഒരു പ്ലോട്ട് ലൈൻ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ വലുപ്പത്തിൽ പറയാവുന്ന ഒരു സ്പേസ് ഉണ്ടായി. മാത്രമല്ല എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചുകൂടി, അതായത് ഈ ഭയങ്കരമായിട്ടുള്ള റിയലിസ്റ്റിൽ നിന്ന് കുറച്ചൊന്ന് മാറി ഒരു പ്രോപ്പർ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാതെ, വേറെ ഒരു പൊളിറ്റിക്സും ആലോചിക്കാതെ, ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് വാച്ച് എ സിനിമ ഇൻ തിയേറ്റർ, അതിനുവേണ്ടി തന്നെയാണ് ഇത് രൂപപ്പെടുത്തിയത്. അപ്പൊ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട്, അല്ലാതെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒട്ടോറ്റി അല്ല. ഓക്കെ, രണ്ടാം ഭാഗം വരണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള റിവ്യൂവിനെ വിലയിരുത്തിയിട്ടായിരിക്കും രണ്ടാം ഭാഗം മേക്കിംഗ് വരിക, അല്ലെങ്കിൽ സാർ ഓൾറെഡി മനസ്സിൽ കൺസീവ് ചെയ്തിരുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കും? അല്ല, ആദ്യം തന്നെ ഇത് കണ്ടല്ലോ ജീവിക്കും, എന്നിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അത് ഉറപ്പായിട്ട് നമ്മൾ അതിനെപ്പറ്റിയുള്ള ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയതാണ്. അത് ഒരു ഓൺഗോയിങ് പ്ലാനാണ്. പക്ഷെ ഇത് ഒരു സാഹചര്യത്തിൽ തന്നെയാണ്, ഇങ്ങനത്തെ ഒരു എന്ത് സാഹചര്യം കൺസിഡർ ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് കിടക്കാൻ സാധിക്കുള്ളൂ. ഇത്തരം സിനിമകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതിലൂടെ ചില സിനിമകൾ പ്രേക്ഷകരെ ഏറ്റെടുക്കുക. ഇപ്പൊ ലാലേട്ടന്റെ ഒരു സിനിമയാണ് അല്ലെ, ലിജോയുടെ ഒരു സിനിമയാണ്, എങ്കിലും ഇതിനകത്ത് ഒരു ഭയൽമാനാണ് അല്ലെ, ഭയൽമാന്റെ ഇപ്പൊ നടന്നു വരുന്ന ടീം ഒരു തോക്കും എടുത്ത് വെടിവെച്ച് നടന്നാലേ ഈ സിനിമ വിജയിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ വന്നു തുടങ്ങി. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അത് ഞാൻ ഇപ്പൊ നമുക്ക് ഉണ്ടായിട്ടുള്ള ഈ വേഗത, നമ്മുടെ ചിന്തയുടെ വേഗതയുടെ ഒരു ഇഷ്യൂ കൂടി ആയിരിക്കണം. നമ്മള് ഒരു 30 സെക്കൻഡ്സോ 1 മിനിറ്റോ കൂടുതൽ നമ്മുടെ ഫോക്കസ് നിൽക്കുന്നില്ല. നമ്മൾ റീൽസ് അടുത്തേക്ക് പോകണം. നമുക്ക് ആ അറ്റൻഷൻ സ്പാൻ ആവശ്യപ്പെടുന്ന സിനിമയല്ല വാലിബൻ കുറച്ചുകൂടി നമുക്ക് അതിന്റെ ലോകം മനസ്സിലാക്കി അതിലേക്ക് കടന്ന് കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സിനിമയാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ 10, 20, 30 കട്ട്സ് ഒരു 5 സെക്കൻഡിലിട്ട് ഉള്ളൊരു തരത്തിലുള്ളൊരു വേഗത നമ്മുടെ സിനിമയ്ക്കില്ല. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മുടെ കൂടെ ഇരുന്നൊരു കഥ പറയുന്നതിന്റെ സുഖമുണ്ടത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് ഓഡിയൻസ്.